ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് റബ്ബർ ബാൻഡ് വെച്ചിട്ട് എങ്ങനെ ഒരു സ്ക്രഞ്ചി ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ സാറ്റിൻ തുണിയാണ് എടുത്തിരിക്കുന്നത്. 26 ഇഞ്ച് നീളവും 6 ഇഞ്ച് വീതിയിലും അത് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ 1 ഇഞ്ച് വിട്ട് കൊടുത്ത ശേഷം നമുക്ക് 1 ഇഞ്ച് കഴിയുന്നതിന് മുന്നേ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. തുടക്കവും ഒടുക്കവും 1 ഇഞ്ച് വിട്ടിട്ട് വേണം ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ കയറ്റി ഇത് നല്ല വശം നമുക്ക് തിരിച്ചെടുക്കാം. തുണിയുടെ നല്ല വശങ്ങൾ രണ്ടും ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ അടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് മറിച്ചിടുമ്പോൾ നമുക്ക് തുണിയുടെ നല്ല വശം തന്നെ കിട്ടും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ദാ ഇതിങ്ങനെ നൂത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ തുണിയുടെ 2 തുമ്പും നമ്മൾ 1 ഇഞ്ച് വീതം വിട്ടിരുന്നില്ലേ, ആ 2 തുമ്പും എടുത്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. കറക്റ്റായിട്ട് ആ 2 തുമ്പും വെച്ചിട്ട് ഫുള്ളായിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് വലിക്കുമ്പോൾ ആ തയ്യലുള്ള ഭാഗം ഉള്ളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ചെറിയൊരു ഹോൾ മാത്രമേ അവിടെ കാണുള്ളൂ. അപ്പോൾ ആ ഭാഗത്തൂടെ വേണം നമുക്ക് റബ്ബർ ബാൻഡ് കടത്തിവിടാൻ. സാമാന്യ വലിപ്പമുള്ളൊരു റബ്ബർ ബാൻഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്ത ശേഷം അതിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് പിന്ന് കയറ്റി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ആ റബ്ബർ ബാൻഡിൻ്റെ ഒരു ഭാഗം നമ്മുടെ കയ്യിൽ തന്നെ സേഫായിട്ട് പിടിച്ചേക്കണം. ആ ഒരു ഭാഗം വിട്ട് കളയരുത്. അത് കഴിഞ്ഞിട്ട് ആ പിന്നുള്ള ഭാഗം ഉള്ളിലേക്ക് കയറ്റി നമ്മൾ പുറത്തേക്ക് എടുക്കണം. പുറത്തേക്ക് എടുത്ത ശേഷം പിന്നൊന്ന് ഊരി മാറ്റിയിട്ട് നമുക്കതൊന്ന് കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ അത് ഇളകി വരാതെ സേഫായിട്ട് അവിടെ ഇരിക്കും. പിന്നെ നമുക്ക് ആ ചെറിയൊരു ഹോൾ ഉണ്ടായിരുന്ന ഭാഗമല്ലേ, അവിടെ സൂചി നൂലും വെച്ച് തച്ചെടുക്കുകയോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയോ ചെയ്താൽ മതി. ഇതാണ്ട് ഈ ഭാഗം. അപ്പോൾ നമുക്ക് ഇതാ അടിപൊളിയായിട്ടുള്ള നന്നായിട്ട് വലിയുന്ന ഒരു സ്ക്രഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്.